ഹായ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ ചാപ്റ്ററാണ്. ഇത് നമ്മൾ പഠിക്കുന്നത് ലൊക്കേഷൻ കണ്ടുപിടിക്കാനാണ്. നമ്മുടെ ഹോമിനൊക്കെ ഓരോ ലൊക്കേഷൻ ഉണ്ട് അല്ലേ? നമ്മുടെ പ്ലേസിന് കറക്റ്റ് ലൊക്കേഷൻ നമുക്ക് ഗൂഗിൾ മാപ്പിൽ കിട്ടും. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാത്തിനും അഡ്രസ്സ് ഉണ്ടല്ലോ. ഏത് പ്ലേസ് ആണെങ്കിലും അവിടെ നമുക്ക് ഒരു അഡ്രസ്സ് എഴുതാൻ പറ്റും അല്ലേ? അപ്പോൾ ഈ വീടിൻ്റെ ഒക്കെ അഡ്രസ്സ് എങ്ങനെ എഴുതാമെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഇത് സെൻറ്റർ ആക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ ക്ലാസ്സിൽ എക്സാമിൽ പറഞ്ഞത് നമ്മുടെ വിക്കാറിൻ്റെ കോൺവെക്കേഷൻ ആയിരുന്നു. ഇത് കോൺവെക്കേഷൻ നടക്കുന്ന ഓഡിറ്റോറിയം. അവിടെ കുറേ ബിൽഡിങ്സ് ഉണ്ട്. ആ ഓഡിറ്റോറിയത്തിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ഒക്കെ ആയിട്ട് കുറേ ബിൽഡിങ്സ് ഉണ്ട്. ഓക്കെ, ലെഫ്റ്റിലും ഉണ്ട് റൈറ്റിലും ഉണ്ട്, അങ്ങനെ പോകുന്നു. അപ്പോൾ ഇതിൽ വലിയ ബിൽഡിംഗ് ആകുമ്പോൾ കുറേ ഫ്ലോർ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇവിടെ ബിൽഡിംഗ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓഡിറ്റോറിയത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളതിന് നെഗറ്റീവ് നമ്പേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. -1 എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലെ ഫസ്റ്റ് ബിൽഡിംഗ്, -2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ബിൽഡിംഗ്, ലെഫ്റ്റ് സൈഡിലെ സെക്കൻഡ് ബിൽഡിങ്. അതേപോലെ -3, -4 അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ സെൻറ്റർ ഓഡിറ്റോറിയത്തിൽ നിന്നും ഇതാണ് സെൻറ്റർ. അപ്പോൾ ഇതൊന്ന് റൈറ്റ് സൈഡിലോട്ട് വരുമ്പോൾ പോസിറ്റീവ് നമ്പേഴ്സ്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. പോസിറ്റീവ് ആയതുകൊണ്ട് റൈറ്റിലാണെന്ന് മനസ്സിലായി, നെഗറ്റീവ് വരുമ്പോൾ ലെഫ്റ്റിലാണെന്ന് മനസ്സിലായി. നമുക്ക് ഏത് ബിൽഡിങ്ങാണെന്ന് കിട്ടിയിട്ട് കാര്യമില്ല അല്ലേ? കറക്റ്റ് ഏത് ഫ്ലോറിലാണെന്നും കൂടെ കിട്ടണം, അപ്പോഴേ കറക്റ്റ് അഡ്രസ്സ് ആവുള്ളൂ. നമ്മുടെ ഡിസ്ട്രിക്റ്റ് മാത്രം കിട്ടിയിട്ട് കാര്യം ഉണ്ടാവില്ല. കറക്റ്റ് നമ്മുടെ പോസ്റ്റും പിൻ നമ്പറും ഒക്കെ കറക്റ്റ് വന്നാലേ നമുക്ക് കറക്റ്റ് അഡ്രസ്സിലോട്ട് എത്താൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് ബിൽഡിംഗ് നമ്പർ കിട്ടി. ഇനി നമുക്ക് ഏത് ഫ്ലോറിലാണെന്നും കൂടി നോക്കണം. അപ്പോൾ ഈ ഒരു ഹോം എടുത്തു കഴിഞ്ഞാൽ ഏത് ഫ്ലോറിലാണ് വരുന്നത്? 1 2 3 4 5 6 6ന് നേരെയാണ് വരുന്നത്. അപ്പോൾ ഏത് ഫ്ലോറിലാണ്? 6th ഫ്ലോർ. അപ്പോൾ ഇതിൻ്റെ അഡ്രസ്സ് എങ്ങനെ എഴുതാമെന്ന് അറിയോ? ലെഫ്റ്റ് സൈഡിൽ സെക്കൻഡ് ബിൽഡിംഗ് ആണ്, അതുകൊണ്ട് -2. ബിൽഡിംഗ് നമ്പർ -2 എന്ന് വരുന്നു. ഫ്ലോർ നമ്പർ 6ന് നേരെയാണ് വരുന്നത്. അപ്പോൾ -26, അതാണ് ഈ ഒരു ഹോമിൻ്റെ അഡ്രസ്സ്. ഇങ്ങനെ അഡ്രസ്സ് എന്നതിനെയാണ് നമ്മൾ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഇത് നോക്കുകയാണെങ്കിൽ ഇതും ലെഫ്റ്റ് സൈഡിലാണ്. ലെഫ്റ്റ് സൈഡിൽ 6th ബിൽഡിംഗ് ആണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലാണെന്ന് കാണിക്കാൻ വേണ്ടി നെഗറ്റീവ് ഇടുന്നു. -6 ബിൽഡിംഗ് നമ്പറാണ്. ഫസ്റ്റ് നമ്മൾ ബിൽഡിംഗ് നമ്പർ നോക്കണം. ഇതിൽ ഏതാണ് വരുന്നത് എന്നുള്ളത് നോക്കണം. ഇതിന് നമ്മൾ എക്സ് ആക്സിസ് എന്നാണ് കേട്ടോ പറയാം. ഇനി ഏത് ഫ്ലോറിലാണെന്നും കൂടെ നോക്കണം. ബിൽഡിംഗ് നമ്പർ കിട്ടി, ഇനി ഏത് ഫ്ലോറിലാണെന്ന് നോക്കണം. ബിൽഡിങ്ങിൽ കുറേ റൂം ഉണ്ടാവില്ലേ? കുറേ ഫ്ലോറും ഉണ്ടാവും, കുറേ റൂം ഉണ്ടാവും. അപ്പോൾ ഏത് ഫ്ലോറിലാണെന്നാണ് ബിൽഡിങ്ങിൽ കുറേ, ഈ ഒരു ബിൽഡിങ്ങിലാണ് ഈ റൂമെന്ന് മനസ്സിലായി. -6 ബിൽഡിംഗ് നമ്പർ. ഇനി ഏത് ഫ്ലോറിലാണെന്ന് കൂടെ നോക്കണം. 4th ഫ്ലോർ, 4ന് നേരെയാണ് വരുന്നത്. അപ്പോൾ 4th ഫ്ലോർ. അപ്പോൾ ഈ ഒരു റൂമിൻ്റെ അഡ്രസ്സ് വരുന്നത് ഇങ്ങനെയാണ്. ഇനി ഇത് നോക്കുകയാണെങ്കിലോ, ഏത് ബിൽഡിങ്ങാണ് ആദ്യം നോക്കണം. ഈ എക്സ് ആക്സിൽ ഏതിലാണ്? 4, +4, കാരണം സെൻട്രലിൽ നിന്നും റൈറ്റ് സൈഡിലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 4 എന്ന് എഴുതാം. അപ്പം പോസിറ്റീവ് നമ്പർ കണ്ടാൽ നമുക്ക് എന്ത് മനസ്സിലായി? സെൻട്രലിൽ നിന്നും ഓഡിറ്റോറിയത്തിൽ നിന്നും റൈറ്റ് സൈഡാണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ ഏത് ഫ്ലോറിലാണെന്ന് നോക്കണം. ബിൽഡിംഗ് നമ്പർ കിട്ടി, ഇനി ഏത് ഫ്ലോറിലാണെന്നുള്ളത് നോക്കണം. 4th ഫ്ലോർ തന്നെയാണ് വരുന്നത്. അപ്പോൾ 4 ആണ് ഈ ഒരു ഹോമിൻ്റെ അഡ്രസ്സ് വരുന്നത്. ഇനി താഴോട്ട് പോകുമ്പോൾ അങ്ങനെ, മുകളിലോട്ട് പോകുമ്പോൾ പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ താഴോട്ട് വരുമ്പോൾ നെഗറ്റീവ് നമ്പേഴ്സാണ്. റൈറ്റിലോട്ട് പോകുമ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ ലെഫ്റ്റിലോട്ട് വരുമ്പോൾ നെഗറ്റീവ് ആണ്. അപ്പോൾ ഈ ഒരു ഹോമിൻ്റെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ആക്സിസിൽ ഏതിന് നേരെ വരും? ഏതാണ് ബിൽഡിങ്? ഈ ഒരു ആക്സിസിൽ ഏതിന് നേരെ വരും? ഇത് നോക്കുമ്പോൾ -6 ആണ്. -6. ഇനി നമുക്ക് ഇത് നോക്കണം. ഇതിനെ നമ്മൾ Y ആക്സിസ് എന്ന് വിളിക്കും. Y ആക്സിൽ ഏത് നമ്പറിന് നേരെ വരും? ഇപ്പോൾ ഓഡിറ്റോറിയം ഇതാണ് സെൻറ്റർ, സെൻറ്ററിൽ നിന്ന് താഴോട്ടായതുകൊണ്ട് നെഗറ്റീവ്. അപ്പം -2ന് നേരെയാണ് അല്ലേ ഈ ഒരു ഇത് വരുന്നത്. എക്സ് ആക്സിൽ -6ന് നേരെ, Y ആക്സിൽ -2ന് നേരെ. നമ്മൾ അഡ്രസ്സ് എഴുതുമ്പോൾ എക്സ് ആക്സിൽ എവിടെ വരും, Y ആക്സിൽ എവിടെ വരും? XY, ഈ രീതിയിലാണ് എഴുതേണ്ടത്. ഫസ്റ്റ് എക്സ് ആക്സിൽ ഏത് നമ്പറിന് നേരെ വരും, പിന്നീട് Y ആക്സിൽ ഏത് നമ്പറിന് നേരെ വരും, XY. ഇതാണ് ഓർഡർ. ഈ രീതിയിൽ തന്നെ എഴുതണം, പിന്നെ ബ്രാക്കറ്റും കൂടെ ഇടണം. ഇങ്ങനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊരു പോയിന്റിനെ നമുക്ക് ഇതേ രീതിയിൽ എഴുതാൻ പറ്റൂലേ. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, റിയൽ ലൈഫിൽ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്ലോബ്, അതിൽ കുറേ ഇമാജിനറി ലൈൻസ് ഉണ്ട്. ലോഞ്ചിറ്റ്യൂഡ്, ലാറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇമാജിനറി ലൈൻസ് ഉണ്ട്.
അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഏത് ലോഞ്ചിറ്റ്യൂഡിൽ വരും ഏത് ലാറ്റിറ്റ്യൂഡിൽ വരും എന്ന് വെച്ചിട്ടാണ് നമ്മൾ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നത്. ഗൂഗിൾ മാപ്പിൽ കറക്റ്റ് ലൊക്കേഷൻ കിട്ടുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ ഈ ഒരു ലൊക്കേഷൻ നോക്കിക്കേ, അത് നോക്കുന്നത് ഏത് ലാറ്റിറ്റ്യൂഡിലാണ് ഏത് ലോഞ്ചിറ്റ്യൂഡിലാണ്. അപ്പോൾ ഈ കറക്റ്റ് ലൊക്കേഷൻ നമുക്ക് കിട്ടി. അപ്പോൾ ഈ കോർഡിനേറ്റ്സ് എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. കോർഡിനേറ്റ്സിൻ്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഗൂഗിൾ മാപ്പൊക്കെയാണ് കേട്ടോ. ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യാറുണ്ട്. ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡൊക്കെ വെച്ചിട്ടാണ് ഗൂഗിൾ മാപ്പിൽ കറക്റ്റ് ലൊക്കേഷൻ കിട്ടുന്നത്. ഓക്കെ, അപ്പം ചാപ്റ്റർ 7 കോർഡിനേറ്റ്സ് ഈസി ചാപ്റ്ററാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും പഠിച്ചു അല്ലേ. നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും പഠിച്ചു അല്ലേ. ഏതാണ് എക്സ് ആക്സിസ് വരുന്നത്? ഇതാണ് എക്സ് ആക്സിസ്, ഇതാണ് വൈ ആക്സിസ്. ഈ എക്സും വൈയും കൂട്ടിമുട്ടുന്ന ആ ഒരു പോയിൻ്റാണ് സെൻറ്റർ. അപ്പോൾ സെൻറ്ററിൻ്റെ കോർഡിനേറ്റ്സ് എപ്പോഴും എന്തായിരിക്കും? എക്സ് ആക്സിസിലും സീറോയിലാണ്, വൈ ആക്സിസിലും സീറോയിലാണ്. അപ്പോൾ ഇതിന് നമ്മൾ ഈ സെൻറ്റർ നമ്മൾ ഒറിജിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റ്സ് എപ്പോഴും എക്സും 0 ആയിരിക്കും, വൈയും 0 ആയിരിക്കും, 0 0. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ ഒരു പോയിൻറ്റിൻ്റെ അഡ്രസ്സ് എങ്ങനെയാണ് നോക്കുക? ഈ ഒരു പോയിൻറ്റിൻ്റെ അഡ്രസ്സ് എങ്ങനെയാണ് നോക്കുക? ഈ പോയിൻറ്റിൻ്റെ അല്ലെങ്കിൽ കോർഡിനേറ്റ്സ് എങ്ങനെയാണ് നോക്കുക? ഇങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരിക. പോയിൻ്റ് തന്നിട്ടുണ്ടാവും, കോർഡിനേറ്റ്സ് എഴുതാൻ പറയും. അല്ലെങ്കിൽ കോർഡിനേറ്റ്സ് തരും, പോയിൻ്റ് മാർക്ക് ചെയ്യണം. അപ്പോൾ പോയിൻ്റ് തന്നിട്ട് എങ്ങനെ കോർഡിനേറ്റ്സ് എഴുതാൻ നോക്കാം. കോർഡിനേറ്റ്സ് എഴുതേണ്ടത് എക്സ് വൈ ഈ ഒരു ഫോമിലാണ് എഴുതേണ്ടത്. എക്സ് കോമ വൈ, എക്സ് ഫസ്റ്റ് എഴുതണം, പിന്നെ വൈ എഴുതണം, ബ്രാക്കറ്റ് ഇടണം. ഓക്കെ, അപ്പോൾ എക്സ് എന്ന് പറയുമ്പം എക്സ് ആക്സിസ്, ഇതാണ് എക്സ് ആക്സിസ്. എക്സ് ആക്സിൽ ഏത് നമ്പറിന് നേരെ വരുന്ന ആദ്യം നോക്കാം. അപ്പോൾ എക്സിൽ ഈ ഒരു പോയിൻ്റ് 5ന് നേരെ വരുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് 5 ആണ്. പിന്നെ കോമഡ. ഇനി വൈ കോർഡിനേറ്റ് എഴുതണം. എക്സ് വൈ ആ ഫോമിലല്ലേ. ഇനി വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഈ പോയിൻ്റ് വൈ ആക്സിസിൽ, ഇതല്ലേ വൈ ആക്സിസ്. വൈ ആക്സിസിൽ ഏതിന് നേരെ വരും? 6ന് നേരെ. അപ്പോൾ 5 6 ഇതാണ് ഈ ഒരു പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ്. ഇതേപോലെ നമുക്കിനി കോർഡിനേറ്റ്സ് തന്നിട്ട് എങ്ങനെ മാർക്ക് ചെയ്യാൻ നോക്കാം. കോർഡിനേറ്റ് ഇപ്പോൾ ഒരു -5 -6 എന്നും തന്നെന്ന് വിചാരിക്കാം. ഇതാണ് കോർഡിനേറ്റ് തന്നിട്ടുള്ളത്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് -y ആണ്. അപ്പോൾ എക്സിൽ -5 വരുന്നത് എവിടെയാണ്? എക്സിൽ -5 വരുന്നത് ഇവിടെയാണ്. അപ്പോൾ -5, അപ്പോൾ ഇവിടെ എവിടെയോ ആണെന്ന് മനസ്സിലായി നമുക്ക്. ഈ ഒരു ലൈനിൽ എവിടെയോ ആണ്, എന്നാലല്ലേ എക്സ് -5 വരുള്ളൂ. ഇനി വൈ -6 ആണ്. അപ്പോൾ വൈ ആക്സിസിൽ -6, അത് ഇവിടെ അല്ലേ വരുന്നത്. നമ്മളോടൊന്ന് ലൈന് വരച്ച് നോക്കാം എക്സിൽ. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഇവിടെയും വരണം, ഇവിടെയും വരണം. അപ്പോൾ ഈ ഒരു ക്വാഡ്രൻറ്റിലാണ് വരിക. അവിടുന്ന് ലൈന് വരച്ച് നോക്കുകയാണെങ്കിൽ -5ഉം വരണം, വൈ കോർഡിനേറ്റ് -6ഉം വരണം. വൈ ആക്സിൽ -6ന് നേരെയും വരണം. അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ എവിടെ വരുന്നത്? കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ഇതല്ലേ ആ ഒരു പോയിൻ്റ്. എക്സ് ആക്സിസിൽ -5ന് നേരെ, വൈ ആക്സിസിൽ -6ന് നേരെ. എക്സിൽ -5, വൈയിൽ -6. -5 -6 കോർഡിനേറ്റ്സ് തന്നു, നമ്മൾ സ്പോട്ട് കണ്ടുപിടിച്ചു. സ്പോട്ട് തന്നു, നമ്മൾ കോർഡിനേറ്റ്സ് കണ്ടുപിടിച്ചു. ഈ 2 രീതിയിലാണ് എക്സാമിന് ക്വസ്റ്റ്യൻ വരിക. കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ഫൈൻഡ് ദി ഫോളോയിങ്. താഴെ കൊടുത്തിട്ടുള്ള 5 ക്വസ്റ്റ്യന് ആൻസർ കണ്ടുപിടിക്കണം. ദ വൈ കോർഡിനേറ്റ്സ് ഓഫ് പോയിൻറ്റ്സ് ഓൺ ദി എക്സ് ആക്സിസ്. എക്സ് ആക്സിസിലെ പോയിൻറ്റ്സിൻ്റെ വൈ കോർഡിനേറ്റ്സ്. എക്സ് ആക്സിസിലെ പോയിൻറ്റിൻ്റെ വൈ കോർഡിനേറ്റ്സ് എന്താണ് വരിക? ഇതല്ലേ എക്സ് ആക്സിസ്. ഇതിൽ കുറച്ച് പോയിൻറ്റ്സ് നമ്മൾ മാർക്ക് ചെയ്യാണ്.
ബ്ലാക്ക് കളറിൽ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ബ്ലൂ കളറിൽ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എക്സ് ആക്സിലെ പോയിൻ്റാണ്. യെല്ലോ കളറിൽ, ഗ്രീൻ കളറിലൊക്കെ പോയിൻറ്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വൈ കോർഡിനേറ്റ്സ് എന്താ വരാമെന്നാണ് ചോദിച്ചത്. വൈ കോർഡിനേറ്റ്സ് ഓഫ് പോയിൻറ്റ്സ് ഓൺ ദി എക്സ് ആക്സിസ്. എക്സ് ആക്സിലെ പോയിൻറ്റ്സിൻ്റെ വൈ കോർഡിനേറ്റ്സ് എഴുതി നോക്കാം നമുക്ക്. എക്സ് ആക്സിൽ ഈ ബ്ലാക്ക് പോയിൻ്റ് അല്ലേ, ഇതിൻ്റെ വൈ കോർഡിനേറ്റ് എന്താ വരിക? വൈ ആക്സിലോട്ട് വരയ്ക്കുമ്പോൾ ഏത് നമ്പറിന് നേരെ വരുന്നത്? ഇതാണ് വൈ ആക്സിസ്. വൈ ആക്സിലെ 0ന് നേരെയല്ലേ വൈ കോർഡിനേറ്റ് അവിടെ വരുന്നത്? 0 ആണ്. എക്സ് തന്നെ വരുന്നത് എക്സിൽ 3ലാണുള്ളത്. അപ്പോൾ 3 0. ഇനി ഗ്രീൻ പോയിൻറ്റിൻ്റെ എന്താ വരുന്നത്? ഗ്രീൻ പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് 7 തന്നെയാണ്. വൈ കോർഡിനേറ്റ് നോക്കിക്കേ, ഗ്രീൻ പോയിൻറ്റിൻ്റെ വൈ ആക്സിലോട്ട് വരയ്ക്കുമ്പോൾ ഏത് നമ്പറിന് നേരെയാണ്? 0 അല്ലേ. അപ്പോൾ എക്സ് കോർഡിനേറ്റ് 7, വൈ കോർഡിനേറ്റ് 0. ഇനി ബ്ലൂവിൻ്റെ നോക്കുകയാണെങ്കിലോ, -4ലാണ് എക്സിലുള്ളത്. വൈ ആക്സിലോട്ട് നോക്കുമ്പോഴോ, ബ്ലൂ ലൈന് ഈ ഒരു വൈ ആക്സിലോട്ട് നോക്കുമ്പോൾ 0ലാണുള്ളത്. അപ്പോൾ -4 0. ഇനി യെല്ലോ നോക്കുകയാണെങ്കിലോ, -7ലാണ് ഉള്ളത് എക്സ് ആക്സിൽ. വൈ ആക്സിൽ നോക്കുകയാണെങ്കിൽ 0, -7 0. അപ്പോൾ എക്സ് ആക്സിലെ ഏത് പോയിൻ്റ് എടുത്താലും അതിൻ്റെ വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് നമ്പർ, ഇത് 0 അല്ലേ വരുന്നത്. അപ്പോൾ എക്സ് ആക്സിലെ ഏത് പോയിൻ്റ് എടുത്താലും അതിൻ്റെ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? Y coordinates of points on the x-axis is 0. Next question, the x coordinates of points on the y-axis. നമുക്ക് y-axis എടുക്കാം. y-axis എടുക്കുമ്പം ഇതാണല്ലോ y-axis. അതിലെ പോയിൻറ്റ്സിൻ്റെ എക്സ് കോർഡിനേറ്റാണ് ചോദിച്ചത്. കുറച്ച് പോയിൻറ്റ്സ് അവിടെ മാർക്ക് ചെയ്യാം. ബ്ലാക്ക് പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്, റെഡ് പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഗ്രീൻ പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്, യെല്ലോ പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ എക്സ് കോർഡിനേറ്റ്, വൈ ആക്സിസിലെ പോയിൻറ്റ്സിൻ്റെ എക്സ് കോർഡിനേറ്റാണ് ചോദിച്ചത്. ഈ പോയിൻ്റൊക്കെ എടുത്താൽ ഇതാണ് എക്സ് ആക്സിസ്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഈ എക്സ് ആക്സിലെ ഏത് നമ്പറിന് നേരെ വരും? അപ്പോൾ ഈ പോയിൻ്റ് എടുത്താൽ എക്സ് ആക്സിലെ 0ന് നേരെയല്ലേ വരുന്നത്? എക്സ് ആക്സിലെ 0ന് നേരെയാണ് ഈ പോയിൻ്റൊക്കെ വരുന്നത്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് എന്താണ് വരുന്നത്? 0. വൈ ആക്സിൽ 6ന് നേരെയാണ്, അപ്പോൾ 0 6. എക്സ് കോർഡിനേറ്റാണ് നമ്മൾ ആദ്യം ചെയ്താൽ. എക്സ് കോർഡിനേറ്റ് ഏതാ വരുന്നത്? റെഡിൻ്റെതാണെങ്കിലും എക്സിൽ 0ന് നേരെ. വൈ കോർഡിനേറ്റ് വരുന്നത് 3. ഇനി -3 അല്ല, ആദ്യം എക്സ് കോർഡിനേറ്റ് എഴുതണം. അപ്പം -3 ഈ ഒരു പോയിൻ്റ് വൈ ആക്സിൽ -3 നേരെയാണെങ്കിലും എക്സിൽ നോക്കിക്കേ 0ന് നേരെ തന്നെയാണ് വരുന്നത്. ഇതാണ് എക്സ് ആക്സിസ്, അതിൽ 0ന് നേരെ വരുന്നു. അപ്പോൾ എക്സ് കോർഡിനേറ്റ് 0, വൈ കോർഡിനേറ്റ് -3. ഇവിടെ എക്സ് കോർഡിനേറ്റ് 0 തന്നെ വരും, വൈ കോർഡിനേറ്റാണ് -8. വൈ ആക്സിലല്ലേ -8 നേരെ. നമ്മൾ കോർഡിനേറ്റ് എഴുതുമ്പോൾ ബ്രാക്കറ്റ് ഇടണം. ഇവിടെ നോക്കിക്കേ, വൈ ആക്സിൽ ഏത് പോയിൻ്റ് എടുത്താലും അതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ത് തന്നെയാണ് വരുന്നത്? 0. അപ്പോൾ എക്സ് ആക്സിലെ പോയിൻറ്റ്സിൻ്റെ വൈ കോർഡിനേറ്റാണ് 0 വരിക, വൈ ആക്സിലെ പോയിൻറ്റ്സിൻ്റെ എക്സ് കോർഡിനേറ്റാണ് 0 വരിക. ഓക്കെ, ഇത് 0 വന്നു, ഇതും 0 വന്നു. ദ കോർഡിനേറ്റ്സ് ഓഫ് ദി ഒറിജിൻ്റെ കോർഡിനേറ്റ്സ് എന്താണ്? എക്സ് ആക്സിലും 0ന് നേരെയാണ്, വൈ ആക്സിലും 0ന് നേരെയാണ്. അപ്പോൾ 0 0. ഇതാണ് ഒറിജിൻ്റെ കോർഡിനേറ്റ്സ്. എക്സ് ആക്സിസും വൈ ആക്സിസും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ ഒരു പോയിൻ്റ് അല്ലേ ഒറിജിൻ. അപ്പോൾ 0 0 ആണ്. നെക്സ്റ്റ്, വൈ കോർഡിനേറ്റ്സ് ഓഫ് പോയിൻറ്റ്സ് ഓൺ ദി ലൈൻ പാരലൽ ടു ദ എക്സ് ആക്സിസ് ത്രൂ ദ പോയിൻറ്റ് 0 1. 0 1 എന്ന് പറയുന്ന പോയിൻറ്റിലൂടെ കടന്നു പോകുന്ന എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള ലൈന്, അതിൻ്റെ വൈ കോർഡിനേറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. വൈ കോർഡിനേറ്റ്സ് ഓഫ് പോയിൻറ്റ്സ് ഓൺ ദി ലൈൻ പാരലൽ ടു ദ എക്സ് ആക്സിസ് ത്രൂ 0 1. ആദ്യം നമുക്ക് 0 1 എന്ന് പറയുന്ന പോയിൻ്റ് മാർക്ക് ചെയ്യാം. 0 1 എന്ന് പറയുന്ന പോയിൻ്റ് 0 1 എന്ന് വെച്ചാൽ 0 ആണ് ഫസ്റ്റ്, എക്സ് കോർഡിനേറ്റ് 0 ആണ്. അപ്പോൾ അത് ഏത് ആക്സിലെ പോയിൻ്റ് ആയിരിക്കും? എക്സ് കോർഡിനേറ്റ് 0 ആണെങ്കിൽ വൈ ആക്സിസിലെ പോയിൻ്റ് ആയിരിക്കും. അപ്പോൾ 1 ആണ് വരുന്നത് വൈ കോർഡിനേറ്റ്. അപ്പോൾ വൈയിലെ 1. ഇതല്ലേ ഈ ഒരു പോയിൻ്റ് അല്ലേ എക്സ് കോർഡിനേറ്റ് 0, വൈ കോർഡിനേറ്റ് 1. ഇതല്ലേ 0 1 എന്ന് പറയുന്ന പോയിൻ്റ്.
അവിടെ നമുക്ക് മാർക്ക് ചെയ്യാം 0 1. ഓക്കെ, ഇനി ഇതിലൂടെ കടന്നു പോകുന്ന എക്സിന് പാരലായിട്ടുള്ള ലൈനാണ് വരയ്ക്കാൻ പറഞ്ഞത്. അപ്പോൾ എക്സിന് ഈ പോയിന്റിലൂടെ കടന്നു പോകണം, എക്സ് ആക്സിന് പാരലായിരിക്കണം. ഇതല്ലേ ലൈന്. ഇതിൽ ഏത് പോയിന്റ് മാർക്ക് ചെയ്താലും അതിൻ്റെ വൈ കോർഡിനേറ്റ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വൈ കോർഡിനേറ്റ് എന്താ വരിക? ഇതിലെ പോയിന്റ്സ് ഇങ്ങനെ മാർക്ക് ചെയ്താൽ ഇതിൻ്റെയൊക്കെ വൈ കോർഡിനേറ്റ് എന്താ വരുള്ളൂ? ഈ പോയിന്റ്സിൻ്റെ ഒക്കെ വൈയിലോട്ട് നോക്കിയിട്ട് വൈ ആക്സിലോട്ട് നോക്കുമ്പോൾ 1ന് നേരെയാണ് വരുന്നത്. വൈ കോർഡിനേറ്റ് 1 അല്ലേ വരുള്ളൂ. ഇവിടെ ഈ ഒരു പോയിന്റ് എക്സ് ആക്സിലോട്ട് നോക്കുമ്പോൾ എക്സിലോട്ട് നോക്കുമ്പോൾ -6, വൈയിലോട്ട് നോക്കുമ്പോൾ 1. അപ്പം -6 1. ഈ പോയിന്റ് ആണെങ്കിൽ -2, എക്സിലോട്ട് നോക്കുമ്പോൾ -2, വൈയിലോട്ട് നോക്കുമ്പോൾ 1. ഈ അടുത്ത പോയിന്റ് നോക്കുകയാണെങ്കിൽ എക്സിലോട്ട് നോക്കുമ്പോൾ 6, വൈയിലോട്ട് നോക്കുമ്പോൾ 1. അവിടെയൊക്കെ വൈ കോർഡിനേറ്റ് 1 തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ലൈനിൻ്റെ പേര് വൈ സെയിം അല്ലേ, അപ്പോൾ y = 1. y = 1 എന്ന് പറയുന്ന ലൈൻ എന്തായിരിക്കും? അതിൻ്റെ വൈ കോർഡിനേറ്റ് ഒക്കെ സെയിം ആയിരിക്കും. അപ്പോൾ അത് എക്സ് ആക്സിന് പാരലായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ എക്സ് ആക്സിൻ്റെ പേരെന്താ? അവിടെ വൈ കോർഡിനേറ്റ് ഒക്കെ 0 ആയിരുന്നു. അപ്പോൾ y = 0 ആണ് എക്സ് ആക്സിൻ്റെ പേര്. 0 1ലൂടെ കടന്നു പോകുന്ന എക്സിന് പാരലായിട്ടുള്ള ഈ ഒരു ലൈനിൻ്റെ പേര് y = 1. എക്സ് ആക്സിൻ്റെ പേര് y = 0. എക്സിന് പാരലായിട്ട് വരയ്ക്കുന്ന ലൈനിൻ്റെ പേര് y = 1. ഇനി എക്സിന് വേറെ ലൈന് പാരലായിട്ട് വരയ്ക്കുകയാണെങ്കിൽ അവിടെ y = എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ കിട്ടും. അപ്പോൾ എക്സിന് പാരലായിട്ട് ഇങ്ങനെ ഒരു ലൈന് വരയ്ക്കാൻ പറ്റുമല്ലോ, എക്സിന് പാരലായിട്ട്. അതിൻ്റെ പേരെന്താണ്? y = 8. അവിടെ ഏത് പോയിന്റ് എടുത്താലും അതിൻ്റെ y കോർഡിനേറ്റ് 8 അല്ലേ വരുള്ളൂ. എക്സ് ഇങ്ങനെ മാറി മാറി വരും. എക്സിന് പാരലായിട്ട് വരയ്ക്കുന്ന ലൈനിൽ എക്സ് ഇങ്ങനെ മാറി മാറി വരും, പക്ഷെ y സെയിം ആയിരിക്കും. എക്സിന് പാരലാണെങ്കിൽ അവിടെ y സെയിം ആയിരിക്കും. ഓക്കെ, അടുത്തത് 5th question. X coordinates of points on the line parallel to the y axis. y ആക്സിന് പാരലായിട്ട് വരയ്ക്കുന്ന ലൈന്, അതിൻ്റെ എക്സ് കോർഡിനേറ്റ് ആണ് ചോദിച്ചത്. ത്രൂ ദ പോയിന്റ് 10 കടന്നു പോകണം. 10 എന്ന് പറയുമ്പോൾ അതിൻ്റെ വൈ കോർഡിനേറ്റ് 0 ആണ്. അത് എക്സ് ആക്സിലെ പോയിന്റ് ആയിരിക്കൂലേ. എക്സ് ആക്സിലെ 10 എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് അല്ലേ വരിക. എക്സിൽ 1ഉം വൈ 0യും. എക്സ് ആക്സിലെ 1 എന്ന് പറയുന്ന പോയിന്റ്, ഇതാണ് പോയിന്റ്. ഇതിന് പാരലായിട്ട് വരയ്ക്കുന്ന, വൈക്ക് പാരലായിട്ട് വരയ്ക്കുന്ന ഈ പോയിന്റിലൂടെ കടന്നു പോകുന്ന ലൈൻ എന്ന് പറയുമ്പോൾ ഈ പോയിന്റിലൂടെ കടന്നു പോകണം, വൈക്ക് പാരലായിരിക്കണം. ഇതല്ലേ ലൈന്. ഇതിലെ പോയിന്റ്സിൻ്റെ വൈ കോർഡിനേറ്റ് ചോദിച്ചാൽ, ഇതിലെ പോയിന്റ്സ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്താൽ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് ചോദിച്ചാൽ നോക്കിക്കേ, ഈ പോയിൻ്റൊക്കെ എക്സിലോട്ട് വരച്ച് കഴിഞ്ഞാൽ ഇതിന് നേരെ വരുന്നത് 1. അപ്പോൾ വൈ ആക്സിന് പാരലായിട്ട് വരയ്ക്കുന്ന ലൈനിൻ്റെ എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കും അല്ലേ. എക്സ് കോർഡിനേറ്റ് ഒക്കെ ഇവിടെ 1 അല്ലേ വരുന്നത്. വൈ കോർഡിനേറ്റ് അല്ലേ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വൈ കോർഡിനേറ്റ് 6 വരുന്നു അല്ലേ, വൈ ആക്സിൽ 6 വരുന്നു. ഇവിടെ വൈ ആക്സിൽ 3 വരുന്നു. അപ്പോൾ 1 3 വരും, ഇവിടെ 1 6 വരും. ഇവിടെ വൈ ആക്സിൽ -3 നേരെയാണുള്ളത്. അപ്പോൾ 1 - 3 വരും. ഇവിടെ എക്സ് കോർഡിനേറ്റ് 1 തന്നെയാണ്, വൈ കോർഡിനേറ്റ് -6 ആണ്. അപ്പോൾ ഇതിൻ്റെ വൈ ആക്സിന് പാരലായിട്ട് വരയ്ക്കുന്ന ലൈനിൻ്റെ എക്സ് കോർഡിനേറ്റ് ഒക്കെ സെയിം ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ പേര്, ഈ ഒരു ലൈനിൻ്റെ പേര് x = 1 അല്ലേ, എക്സ് കോർഡിനേറ്റ് ഒക്കെ സെയിം അല്ലേ. അപ്പോൾ ഈ ഒരു വൈക്ക് പാരലായിട്ട് വരച്ച ഈ ഒരു ലൈനിൻ്റെ പേര് 10ലൂടെ കടന്നുപോയി. എക്സ് കോർഡിനേറ്റ് 1 വരുന്ന പോയിന്റിലൂടെ ഈ ഒരു പാരൽ ലൈൻ കടന്നുപോയി. അപ്പോൾ അതിൻ്റെ പേര് x = 1. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ എന്ത് വരും? ദ എക്സ് കോർഡിനേറ്റ്സ് ഓഫ് പോയിന്റ്സ് ഓൺ ദി ലൈൻ പാരൽ ടു ദ വൈ ആക്സിസ് ത്രൂ ദ പോയിന്റ് 10ലൂടെ കടന്നു പോകുന്ന എക്സിന് പാരലായിട്ട് വൈക്ക് പാരലായിട്ട് വരയ്ക്കുന്ന ലൈനിലെ പോയിന്റ്സിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ത് തന്നെ വരുള്ളൂ? 1 തന്നെ വരുള്ളൂ. 4th ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വൈ കോർഡിനേറ്റ്സ് ഓഫ് ദി ലൈൻ പാരൽ ടു ദ എക്സ് ആക്സിസ് ത്രൂ ദ പോയിന്റ് 1 അപ്പോൾ അതിലൂടെ കടന്നു പോകുന്ന പോയിന്റ്സിൻ്റെ എക്സിന് പാരലായിട്ട് വരയ്ക്കുന്ന ലൈനിലെ പോയിന്റ്സിൻ്റെ വൈ കോർഡിനേറ്റ് തന്നെ വരുള്ളൂ, 1 തന്നെ വരുള്ളൂ. ഓക്കെ, ഇനി എക്സാമിന് വരുന്ന മോഡൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് ട്രൂ ഓർ ഫോൾസ് ആ ഒരു മോഡലിൽ ചോദിക്കാം.
നെക്സ്റ്റ് 2 മാർക്കും 3 മാർക്കിനും ചോദിക്കുന്നത് ഇതേപോലെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനാണ്. ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് അതർ 3 വെർട്ടീസസ് ഓഫ് ദി റെക്റ്റാങ്കിൾ ഇൻ ദ പിക്ചർ. താഴെ കൊടുത്ത റെക്റ്റാങ്കിളിൻ്റെ ഒരു വെർട്ടെക്സിൻ്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട് 4, 3. അപ്പം 4 വെർട്ടിസസ് ഉണ്ട് അല്ലേ. 4 വെർട്ടിസസിൽ ഒരു വെർട്ടെക്സ് അതിൻ്റെ കോർഡിനേറ്റ്സ് അവിടെ തന്നിട്ടുണ്ട് 4, 3. ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്, ഇത് ഒറിജിനാണ്. അപ്പോൾ ഒറിജിൻ്റെ കോർഡിനേറ്റ്സ് നമുക്കറിയാം 0, 0 അല്ലേ. അപ്പോൾ ആ ഒരു പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടി. ഇനി ഇവിടെ കണ്ടുപിടിക്കണം, ഇവിടെയും കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് 4, 3 തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താ? എക്സ് കോർഡിനേറ്റ് 4 എന്ന് വെച്ചാൽ എക്സിലോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് 4-ന് നേരെയായിരിക്കും. അപ്പോൾ ഈ ഒരു പോയിൻറ്റ് 4 അല്ലേ വരിക. പിന്നെ വൈ കോർഡിനേറ്റ്സ് 3, അതിൻ്റെ മീനിങ് എന്താ? വൈ ആക്സിലോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് 3-ന് നേരെയായിരിക്കും. അതുകൊണ്ടല്ലേ അത് 4, 3 എന്ന് വന്നത്. അപ്പോൾ ഇതിൻ്റെ കോർഡിനേറ്റ്സ് എന്താ വരിക? ഇത് എക്സ് ആക്സിലെ പോയിൻറ്റാണ്, അതിൻ്റെ വൈ കോർഡിനേറ്റ് എന്തേ വരുള്ളൂ? 0. ഇത് വൈ ആക്സിലെ പോയിൻ്റാണ്, അതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്തേ വരുള്ളൂ? 0. അപ്പോൾ എക്സ് കോർഡിനേറ്റ് അല്ലേ നമ്മൾ ഫസ്റ്റ് ചെയ്താൽ എക്സ് വൈ. ഇപ്പോൾ 0, 3 ആണ് ഈ ഒരു പോയിൻറ്റിൻ്റെത്. 0, 0 ഒറിജിനല്ലേ. ഇത് വൈ ആക്സിലെ പോയിൻ്റ് ആയതുകൊണ്ട് എക്സ് കോർഡിനേറ്റ് 0. അപ്പോൾ ഫസ്റ്റ് 0, എക്സ് കോർഡിനേറ്റ് അല്ലേ ഫസ്റ്റ് ചെയ്താൽ. അപ്പോൾ 0, 3. ഇത് എക്സ് ആക്സിലെ പോയിൻ്റാണ്, അപ്പോൾ എക്സിൽ 4-ന് നേരെ, അപ്പോൾ 4, വൈ 0, അപ്പോൾ 4, 0. ഇതാണ് ഈ ഒരു പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ്. അപ്പോൾ 3 കോർഡിനേറ്റ്സ് എഴുതി. ഈ രീതിയിൽ വേറൊരു മോഡൽ ക്വസ്റ്റ്യന്. ദ സൈഡ്സ് ഓഫ് ദി റെക്റ്റാങ്കിൾ ഇൻ ദി പിക്ചർ ബിലോ പാരലൽ ടു ദ എക്സ് ആക്സിസ്. അപ്പോൾ ഇത് ഈ റെക്റ്റാങ്കിളിൻ്റെ സൈഡ് പാരലൽ ടു ദ ആക്സിസ്. അപ്പോൾ ഈ ആക്സിസിന് പാരലാണ് ഇതിൻ്റെ സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ 2 സൈഡും എക്സ് ആക്സിന് പാരലാണ്, ഈ 2 സൈഡും വൈ ആക്സിന് പാരലാണ്. പിന്നെ എന്താ തന്നത്? ആൻഡ് ദി ഒറിജിൻ ഈസ് ദി മിഡ് പോയിൻറ്റ് ഓഫ് ദി റെക്റ്റാങ്കിൾ. ഒറിജിൻ റെക്റ്റാങ്കിളിൻ്റെ മിഡ് പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും സെയിം ആണ്. അതേപോലെ ഇവിടുന്ന് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടുള്ള ഡിസ്റ്റൻസ് സെയിം ആണ്. എന്നാലേ ഇത് ഒറിജിനാന്ന് പറയാൻ പറ്റുള്ളൂ, മിഡ് പോയിൻ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒറിജിന് മിഡ് പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മിഡിൽ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അപ്പിലോട്ടും ഡൗണിലോട്ടും സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും, ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും സെയിം ഡിസ്റ്റൻസ്. അതുകൊണ്ടാണ് മിഡ് പോയിൻ്റ് എന്ന് പറഞ്ഞത്. റെക്റ്റാങ്കിളിൻ്റെ മിഡ് പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ ഇവിടെ ഒരു വെർട്ടെക്സിൻ്റെ കോർഡിനേറ്റ്സ് മാത്രമേ തന്നിട്ടുള്ളൂ. 3, 2 എന്ന് വെച്ചാൽ 3 ആണ് എക്സ് കോർഡിനേറ്റ്. എന്ന് വെച്ചാൽ എക്സിലോട്ട് വരച്ച് കഴിഞ്ഞാൽ അവിടെ 3-ലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ 3 എന്ന് പറയുന്ന പോയിൻ്റ് ആയിരിക്കുമല്ലോ. അതേപോലെ വൈ കോർഡിനേറ്റ് 2, അപ്പോൾ വൈയിലോട്ട് വരച്ച് കഴിഞ്ഞാൽ അത് 2-ന് നേരെയായിരിക്കും. ഈ 2 പോയിൻ്റ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഓ, ഇത് മിഡ് പോയിൻ്റ് തന്നിട്ടുണ്ട്. ഒറിജിൻ മിഡിലുള്ള പോയിൻ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അപ്പിലോട്ട് 2 ആണെങ്കിൽ 2 ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ താഴോട്ട് എത്ര ഉണ്ടാവും? 2 തന്നെയല്ലേ. അപ്പോൾ താഴോട്ട് വരുമ്പോൾ നമ്മൾ നെഗറ്റീവ് അല്ലേ പറയാം. വൈ ആക്സിസിൽ ഒറിജിന് താഴോട്ട് വരികയാണെങ്കിൽ നെഗറ്റീവാണ് വരിക, മുകളിലോട്ട് വരുമ്പോഴാണ് പോസിറ്റീവ്. അപ്പോൾ ഇത് മിഡ് പോയിൻ്റ് ആയതുകൊണ്ട് മുകളിലോട്ടും താഴോട്ടും സെയിം ഡിസ്റ്റൻസ്. മുകളിലോട്ട് 2 ആണെങ്കിൽ താഴോട്ട് -2. അതേപോലെ ഇത് മിഡ് പോയിൻ്റ് ആകുമ്പോൾ റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പം ഒറിജിന് 3-ലാണ് ഇതുള്ളത്. അപ്പം ബാക്കോട്ട് പോകുമ്പോഴും 3 തന്നെയായിരിക്കുമല്ലോ ഡിസ്റ്റൻസ്. അപ്പോൾ ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ നമ്മൾ നെഗറ്റീവ് അല്ലേ മാർക്ക് ചെയ്യുക. അപ്പോൾ -3 അല്ലേ വരിക. ഇനി നമുക്ക് കോർഡിനേറ്റ്സ് എഴുതി കൂടെ. ഈ പോയിൻറ്റ്സിൻ്റെ ഈ വെർട്ടെക്സ് നമുക്ക് റെഡ് കളറിൽ മാർക്ക് ചെയ്യാം. വെർട്ടിസസ് ഇതെല്ലാം റെക്റ്റാങ്കിളിൻ്റെ വെർട്ടിസസ്. അതിൽ ഒന്ന് തന്നിട്ടുണ്ട്. പേര് കൊടുക്കുകയാണെങ്കിൽ ABCD നമുക്ക് പേര് കൊടുക്കാൻ വേണമെങ്കിൽ A എന്ന് പറയുന്ന പോയിൻ്റ്, B എന്ന് പറയുന്ന പോയിൻ്റ്, C എന്ന് പറയുന്ന പോയിൻ്റ്, D എന്ന് പറയുന്ന പോയിൻ്റ്. അപ്പോൾ ABCD എന്ന് പറയുന്ന റെക്റ്റാങ്കിളിൻ്റെ ഒരു കോർഡിനേറ്റ് തന്നിട്ടുണ്ട്. A 3, 2 ആണ്. ഇനി B എന്ത് വരും നോക്കാം. B എന്ത് വരും? B എക്സ് കോർഡിനേറ്റ് ചെയ്താൽ നോക്കാം. ബീൻ്റെ ബിയിൽ നിന്നും എക്സിലോട്ട് നോക്കും. എക്സ് ആക്സിലോട്ട് നോക്കുമ്പോൾ -3-ന് നേരെ അല്ലേ. അപ്പം -3. ബി എന്ന് പറയുന്ന ഈ പോയിന്റിൽ നിന്നും വൈ കോർഡിനേറ്റ് കിട്ടാൻ വൈ ആക്സിലോട്ട് നോക്കുക. ഏത് നമ്പറിന് നേരെയാണ്? 2-ന് നേരെയല്ലേ. അപ്പം -3, 2. ഇനി സി എന്ന് പറയുന്ന പോയിന്റ് നോക്കാം. അതിന് എക്സ് ആക്സിലോട്ട് നോക്കുമ്പോൾ -3 ആണ്, വൈ ആക്സിലോട്ട് നോക്കുമ്പോൾ -2 ആണ്. അപ്പം -3, -2. ഇതാണ് സീൻ്റെ കോർഡിനേറ്റ്സ്. ഇനി ഡീൻ്റെ കോർഡിനേറ്റ്സ് നോക്കിക്കേ. എക്സ് ആക്സിലോട്ട് നോക്കുമ്പോൾ 3 ആണ്,
വൈ എക്സിലോട്ട് നോക്കുമ്പോൾ 3, വൈയിലോട്ട് നോക്കുമ്പോൾ -2. അപ്പോൾ 3 -2 ആണ് ഡീൻ്റെ കോർഡിനേറ്റ്സ്. അപ്പോൾ നമ്മൾ 3 വെർട്ടിസസിൻ്റെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിച്ചു. ബി -3 2 ആണ്, സി -3 -2 ആണ്, ഡി 3 -2 ആണ്. അപ്പോൾ ഈ ഒറിജിൻ്റെ ഈ ഒരു സൈഡ് ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ്, ഈ ഒരു സൈഡ് സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ്, ഇത് തേർഡ് ക്വാഡ്രൻ്റ്, ഇത് ഫോർത്ത് ക്വാഡ്രൻ്റ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ നോക്കിയാൽ രണ്ടും പോസിറ്റീവായിരിക്കും, എക്സും വൈയും പോസിറ്റീവായിരിക്കും. സെക്കൻഡ് ക്വാഡ്രൻറ്റ് നോക്കുമ്പോൾ വൈ പോസിറ്റീവാണ്, എക്സ് നെഗറ്റീവാണ്. എക്സ് നെഗറ്റീവായിരിക്കും, വൈ പോസിറ്റീവായിരിക്കും. തേർഡ് ക്വാഡ്രൻറ്റ് നോക്കിക്കേ, എക്സും നെഗറ്റീവാണ്, വൈയും നെഗറ്റീവാണ്. ഫോർത്ത് ക്വാഡ്രൻറ്റ് നോക്കുമ്പം എക്സ് പോസിറ്റീവാണ്, വൈ നെഗറ്റീവാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഏത് ക്വാഡ്രൻറ്റിലാണെന്നുള്ളത് കോർഡിനേറ്റ്സ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏത് ക്വാഡ്രൻറ്റിലാണെന്നുള്ളത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ പിക്ചർ ബിലോ ഷോസ് ആൻ ഈക്വലാറ്റർ ട്രയാങ്കിൾ. ഇത് ഈക്വലാറ്റർ ട്രയാങ്കിളാണ് തന്നിട്ടുണ്ട്, എന്ന് വെച്ചാൽ എല്ലാ സൈഡും ഈക്വൽ അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് തന്നിട്ടുണ്ടല്ലോ, ഇത് 4 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി സൈഡൊക്കെ 4 തന്നെയായിരിക്കും അല്ലേ. നമുക്കിതിൻ്റെ ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് ദി വെർട്ടിസസ് മാർക്ക് ചെയ്താൽ ഇത് അപ്പോൾ അതിൻ്റെ പോയിൻ്റ് ഇത് ഒറിജിനാണ്. അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റ്സ് എന്ത് വരും? 0 0. ഒറിജിൻ്റെ കോർഡിനേറ്റ്സ് എപ്പോഴും 0 ആണ്. ഇത് എക്സ് ആക്സിലെ പോയിൻ്റാണ്, അപ്പോൾ അതിൻ്റെ വൈ കോർഡിനേറ്റ് എന്തായാലും 0 വരും. എക്സിൽ ഏത് നമ്പറിന് നേരെയാണ്? 4 ഡിസ്റ്റൻസിലല്ലേ ഉള്ളത്, അപ്പോൾ 4 0. ഇനി വൈ ആക്സിൽ ഏത് നമ്പറിന് നേരെയാണ്? വൈ ആക്സിൽ അതേപോലെ എക്സ് ആക്സിൽ ഏത് നമ്പറിന് നേരെയാണ് നോക്കണ്ടേ. ഇതിൻ്റെ കോർഡിനേറ്റ് എങ്ങനെയാണ് എഴുതുക? എക്സ് ആക്സിലോട്ട് നോക്കുമ്പോൾ ഏത് നമ്പറിന് നേരെ, വൈ ആക്സിലോട്ട് നോക്കുമ്പോൾ ഏത് നമ്പറിന് നേരെ. അപ്പോൾ നമുക്കറിയാം ഈ രണ്ട് സൈഡും ഈക്വലാണ്. ഈ ഒരു പോയിൻ്റ് ഏതാ നമുക്കറിയില്ല, അങ്ങനെ കണ്ടുപിടിക്കാം. ഈ രണ്ട് സൈഡും ഈക്വലാന്ന് തന്നിട്ടുണ്ടല്ലോ, ഈക്വലായിട്ട് ട്രയാങ്കിൾ അല്ലേ. അപ്പോൾ ഇത് രണ്ട് സൈഡും 4 തന്നെയാണല്ലേ. അപ്പോൾ ഈക്വൽ സൈഡിൻ്റെ ജോയിൻ ചെയ്യുന്ന പോയിന്റിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു സൈഡിനെ ബൈസെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് 4 ആണ്, അതിനെ ബൈസെക്റ്റ് ചെയ്താൽ 2ഉം 2 ആവും. അപ്പോൾ ഇവിടുന്ന് 0 2, ഇതല്ലേ 2 വരിക, ഈ ഒരു പോയിന്റ് 2 അല്ലേ വരിക. 0 2 2 4, അങ്ങനെയല്ലേ ഇത് 4 ആയത്. ഇപ്പോൾ ഇത് 2ലല്ലേ വരിക, ഈ ഒരു പോയിന്റ് എക്സ് ആക്സിൽ 2ൽ നേരെയാണ് വരിക. അപ്പോൾ എക്സ് കോർഡിനേറ്റ് 2 വന്നു. ഇനി വൈ കോർഡിനേറ്റ് ഈ ഒരു പോയിന്റ് എത്രയാണെന്ന് കിട്ടണം. എന്ന് വെച്ചാൽ ഒറിജിനിൽ നിന്നും ഇത് 0 അല്ലേ, 0ന്ന് എത്ര അകലെയാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഒരു ലെങ്ത്ത് കണ്ടുപിടിച്ചാൽ പോരെ. അപ്പോൾ നമുക്ക് ഈ ഒരു ഇത് 0 ആയതുകൊണ്ട് തന്നെ ഈ ഒരു ലെങ്ത്ത് കണ്ടുപിടിച്ചാൽ ഈ ഒരു പോയിന്റ് എത്രയാണെന്നുള്ളത് കിട്ടും. അപ്പോൾ ഈ ലെങ്ത്ത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഇവിടെ നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടിയല്ലേ, അതിൻ്റെ ഹൈപ്പോട്ട്ന്യൂസ് ആണ് 4. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹൈപ്പോട്ട്ന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. ഇവിടെ ബേസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈഡ്, അത് എത്രയാണ് വരിക? ഇവിടെ 2 ആയതുകൊണ്ട് ഇവിടെയും 2 ആയിരിക്കൂലേ. ഇവിടെ നമുക്ക് 2 കൊടുക്കാം, ഇത് 2 ആണ്. ഹൈപ്പോട്ട്ന്യൂസ് 4 ആണ്. അപ്പോൾ ഹൈപ്പോട്ട്ന്യൂസിൻ്റെ സ്ക്വയർ ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. നമുക്ക് ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഹൈപ്പോട്ട്ന്യൂസ് അല്ലേ വലുത്. അപ്പോൾ ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഹൈറ്റിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കണമെങ്കിൽ വലിയ സൈഡിൻ്റെ സ്ക്വയറിൽ നിന്നും മറ്റേ തന്ന സൈഡിൻ്റെ സ്ക്വയർ കുറയ്ക്കല്ലേ നമ്മൾ ചെയ്യാം. അപ്പോൾ ഹൈപ്പോട്ട്ന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ ചെയ്താൽ ഹൈറ്റിൻ്റെ സ്ക്വയർ കിട്ടും. ഹൈറ്റാണ് കിട്ടേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം? റൂട്ട് ഓഫ് ഹൈറ്റിൻ്റെ സ്ക്വയർ ആണ് ഹൈപ്പോട്ട്ന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. ഹൈറ്റ് ആകുമ്പോൾ സ്ക്വയർ അങ്ങോട്ട് പോയാൽ റൂട്ടാവും. റൂട്ട് ഓഫ് ഹൈപ്പോട്ട്ന്യൂസ് സ്ക്വയർ, ഹൈപ്പോട്ട്ന്യൂസ് അവിടെ 4 അല്ലേ, മൈനസ് ബേസ് സ്ക്വയർ, ബേസ് അവിടെ 2 അല്ലേ. ഇത് 90 ഡിഗ്രിയാണ് വരിക. അതിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് ഇതാണ് ഹൈപ്പോട്ട്ന്യൂസ്, അതിൻ്റെ ബേസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഹൈപ്പോട്ട്ന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ എന്ത് വരും? റൂട്ട് ഓഫ് 4 സ്ക്വയർ 16, 2 സ്ക്വയർ 4, റൂട്ട് 12. 12നെ വേണമെങ്കിൽ നമുക്ക് 3 × 4 എഴുതല്ലേ. റൂട്ട് ഓഫ് 3 × 4. അപ്പോൾ ഈ 4ൻ്റെ റൂട്ട് നമുക്കറിയാലോ. അപ്പോൾ 4ൻ്റെ റൂട്ടിൽ നിന്നും പുറത്തെടുത്താൽ 4ൻ്റെ റൂട്ട് 2. അപ്പോൾ 2 റൂട്ട് 3 എന്ന് വന്നില്ലേ, 2 റൂട്ട് 3. അപ്പോൾ ഈ ഒരു ലെങ്ത്ത് 2 റൂട്ട് 3 ആണെങ്കിൽ, ഇത് 0 ആണെങ്കിൽ മുകളിലത്തെ ഈ പോയിൻ്റ് എന്താണ് വരിക? 2 റൂട്ട് 3. ഈ ഒരു പോയിൻറ്റിന് നേരെയാണ് ഈ ഒരു വെർട്ടെക്സ് വരുന്നത്. 2 റൂട്ട് 3ക്ക് നേരെയാണ് വൈ ആക്സിൽ, എക്സിൽ 2ന് നേരെ. അപ്പോൾ എക്സ് കോർഡിനേറ്റ് 2, വൈ ആക്സിൽ 2 റൂട്ട് 3. അപ്പോൾ വൈ കോർഡിനേറ്റ് 2 റൂട്ട് 3. ബ്രാക്കറ്റ് ഇട്ടാൽ കോർഡിനേറ്റ്സ് ആയി. അപ്പോൾ ആ ഒരു വെർട്ടെക്സിൻ്റെ കോർഡിനേറ്റ്സ് 2
2√3. പിന്നെ ഈ ഒരു കോർഡിനേറ്റ്സ്, ഈ ഒരു പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് 0 0. ഈ ഒരു വെർട്ടെക്സിൻ്റെ കോർഡിനേറ്റ് 4 0. 3 കോർഡിനേറ്റ്സ് നമ്മൾ എഴുതി. ട്രയാങ്കിളിൻ്റെ കോർഡിനേറ്റ്സ് എഴുതാനല്ലേ പറഞ്ഞത്, ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് ദി വെർട്ടിസസ് ഓഫ് ദി ട്രയാങ്കിൾ. ഓക്കെ, ഇത്രയാണ് നമ്മൾ എടുത്തത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ 2 പോയിൻറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പഠിക്കും. ഓക്കെ, അതിനൊരു ഫോർമുല ഉണ്ട്, അതും കൂടെ പഠിച്ചാൽ ഈ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. ഓക്കെ, ബൈ.